ചില വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. എപ്പോഴും പഠനത്തിൽ പിന്നോക്കമായ കുട്ടികളുടെ ആത്മവിശ്വാസം പലപ്പോഴും തകരാറുണ്ട്. വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് പറഞ്ഞു. എല്ലാ ടീച്ചേഴ്സും ലിബറൽ ആയിരിക്കില്ല, എന്നാലും ടീച്ചേഴ്സിന് അവയർനെസ് കുറേയൊക്കെ ഉണ്ട് ഈ കാര്യത്തിൽ. കുട്ടികളുടെ വിഷമങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ട് പിണങ്ങി, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, അതൊക്കെ വലിയ വിഷമങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാറുമുണ്ട്. കുട്ടിയുമായിട്ടുള്ള ഒരാശയവിനിമയത്തിൽ നിന്ന് കുട്ടിയെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കേണ്ടതാണ് എന്താണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്, എന്തിനാണ് നോ പറയേണ്ടതെന്നുള്ളത്. കുട്ടിക്ക് ഏകദേശം 75% ബേൺ ഉണ്ടായിരുന്നു. എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവരെല്ലാം മരിച്ചുപോയി എന്ന് കുട്ടിയോട് പറയണം, പക്ഷേ കുട്ടിയുടെ ഹീലിങ്ങിനെ അത് ബാധിക്കരുത്. അപ്പോൾ അവസാനം കുട്ടിക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ടായി വരുന്നൊരു സന്ദർഭത്തിൽ ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഏതൊരു പ്രതിസന്ധിയും ഏതൊരു മനസ്സിനാഘാതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെന്ന് ആ കുട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 11 വയസ്സായ ഒരു കുട്ടി. മുതിർന്നവർക്ക് എന്നതുപോലെ കുട്ടികളുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത് റിനൈം മെഡിസിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ അനീറ്റ മേരി നിക്കോളാസ് ആണ്. മാം നമസ്കാരം. നമസ്കാരം. ഈ കാലത്ത് കുട്ടികളുടെ മാനസികാരോഗ്യം അത് എവിടെ നിന്നാണ് തുടങ്ങിയത്? വീട്ടിൽ നിന്നാണോ? കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള എൻ്റെയർ സൊസൈറ്റിക്ക് ഒരു പങ്കുണ്ട്. വീട് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. കുട്ടിക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും വീട്ടിനകത്തുനിന്നാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഭാവിയിൽ കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് വീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും സംരക്ഷണം കൊടുക്കുന്ന ഒരു പുതപ്പാവണം വീട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഴക്കൂട്ടത്തെ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്, കുട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോയ കാര്യം. ഇപ്പോൾ കുട്ടികളോട് ഒരു ചെറിയ കാര്യം പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അവർ വീട് വിട്ട് ഇറങ്ങിപ്പോവുക, അങ്ങനത്തെ അതിനൊക്കെ എന്താണ് പ്രതിവിധിയായിട്ടുള്ളത്? ഇപ്പൊ കഴക്കൂട്ടത്ത് നടന്ന കാര്യത്തിൽ നമുക്ക് എന്താണ് കുട്ടി വീട് വിട്ടു പോകാൻ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് നമുക്കറിയില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ കാര്യമായി തന്നെ പഠിച്ച് കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കി സഹായിക്കേണ്ട ആവശ്യമുണ്ട്. വാർത്തകളിൽ പറയുന്നുണ്ട് കുട്ടിയെ മാതാവ് ഉപദ്രവിച്ചതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയതെന്ന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടി നേരിടുന്നുണ്ടോ, എന്തുകൊണ്ട് കുട്ടിക്ക് വീട് സുരക്ഷിതമായി തോന്നിയില്ല എന്നുള്ളത് നമ്മൾ കാര്യമായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ചെറിയ കാര്യങ്ങൾക്ക് കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്, ഇപ്പം കുട്ടികൾ എപ്പോഴും അനുകരണം കൂടുതലുള്ളവരാണല്ലോ. അപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവർ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനുഭവ പരിചയമില്ലല്ലോ. അപ്പോൾ കുട്ടി യാത്ര ചെയ്ത് എവിടെയോ പോയി, പിന്നെ എന്തെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അപക്വമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. സ്കൂളും അതുപോലെ തന്നെ വീട്ടിലുള്ളവരും ഒക്കെ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടുതലായി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ വീട്ടുകാർക്ക് വളരെ ഭയമാണ് ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നോ പറയാനായിട്ട് തന്നെ. ഇങ്ങനത്തെ കേസുകളൊക്കെ നടക്കുന്നത് കൊണ്ട് നോ പറയാൻ എല്ലാ പാരൻസിനും മടിയായിരിക്കും. പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ ഇവർ നോ കേൾക്കേണ്ടി വരുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതിനെ അവരെങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അമിതമായി ശിക്ഷണം എപ്പോഴും അപകടമാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അപകടമാണ് അമിതമായ ലാളനം. കുട്ടികളെ ഭയന്നൊരിക്കലും കുട്ടികളെ മാനേജ് ചെയ്യരുത്. ഇപ്പൊ കുട്ടികളോട് നോ പറയുന്നത് ഒരു ശിക്ഷാ നടപടിയായിട്ട് കുട്ടിക്ക് ഒരിക്കലും തോന്നരുത്. കുട്ടിയുമായിട്ടുള്ള ഒരാശയവിനിമയത്തിൽ നിന്ന് കുട്ടിയെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കേണ്ടതാണ് എന്താണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്, എന്തിനാണ് നോ പറയേണ്ടതെന്നുള്ളത് കുട്ടിയെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം പാരൻസ് നോ പറയാൻ ഭയക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്കും ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ എസ് പറയുന്നതും അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കില്ലേ? പല കാര്യങ്ങളും ഇപ്പൊ കുട്ടികൾ ചോദിക്കുന്നത് സാധിച്ചു കൊടുത്താൽ തന്നെ അതും വലിയൊരു പ്രശ്നത്തിലേക്കല്ലേ പോകുന്നത്? ഇപ്പൊ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതും എല്ലാ ആവശ്യങ്ങളും നിഷേധിക്കുന്നതും ഒരുപോലെ പ്രശ്നമാണ്. ഇപ്പൊ എന്താണ് സാധിച്ചു കൊടുക്കേണ്ടത്, എന്താണ് സാധിച്ചു കൊടുക്കേണ്ടാത്തത് എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കി കുട്ടിയുടെ അടുത്ത് പെരുമാറണം. ഇപ്പോൾ കേരളത്തിൽ നടക്കിയ ഒരു വാർത്തയായിരുന്നു ചൂരൽമല.
അതിൽ ദുരന്തം ബാധിച്ചവരിൽ കുട്ടികളുമുണ്ട് കൂടുതൽ. ഇപ്പോൾ അവർക്ക് എന്തായിരിക്കും അതിനെ റിക്കവറി ചെയ്ത് വരാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഓക്കെ. നമുക്ക് ചെയ്യാൻ പറ്റിയത്? ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം മുതിർന്നവരിലും കുട്ടികളിലും ഒരേപോലെ മാനസികാഘാതം ഉണ്ടാക്കും. അതെ. ഇപ്പോൾ അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ദുർസ്വപ്നങ്ങൾ കാണുകയും പെട്ടെന്ന് ആ ഇൻസിഡൻറ്റ് ഓർമ്മ വരികയും അപ്പം അനുഭവിച്ച ദുരിതത്തിൻ്റെ ഫ്ലാഷസ് ഒരിക്കലും മാറാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ മുതിർന്നവരിലും കുട്ടികളിലും ഉണ്ടാവും. അപ്പോൾ തുടക്കത്തിലെ ഒത്തിരി പേര് വോളണ്ടിയേഴ്സായിട്ടൊക്കെ അവരെ സഹായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്ത കൗൺസിലിംഗ് സപ്പോർട്ടിൽ മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിലും ഫോളോ അപ്പുകൾ ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി ആദ്യമേ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും കുറേ കഴിയുമ്പോഴായിരിക്കും യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. അപ്പോൾ കുട്ടികളെ ഒരു 5-6 മാസത്തേക്കോ 1 വർഷത്തേക്കോ നമ്മൾ തുടർച്ചയായിട്ട് കുട്ടികളെ കാണുകയും വേണ്ടത്ര ഹെൽപ്പുകൾ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ, സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടോ, ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ മുന്നോട്ടും പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുക. ഈ ചെറുപ്രായത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും മൊബൈൽ ഫോൺ കൊടുത്ത് അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുത്ത് അവരെ മിണ്ടാതിരുത്തിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ ഭാവിയെയും അറിവിനെയും വളർച്ചയെയും എങ്ങനെയൊക്കെ ബാധിക്കും? ഇപ്പോൾ ഫോൺ ഉപയോഗം ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമായിട്ട് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ശീലിക്കുന്നത് കൊണ്ട് അത് ഒരു സാധാരണ കാര്യമായിട്ട് ഇപ്പോൾ എന്നോടിപ്പോൾ പാരൻസ് പറയാറുണ്ട്, ഒരു ഗസ്റ്റ് വന്നാൽ വേഗം ഫോൺ എടുത്തുകൊണ്ട് കുട്ടി പോകും. നമ്മൾ ഗസ്റ്റിനോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടി ഒരിടത്തിരുന്ന് ഫോണിൽ കാർട്ടൂൺസ് കാണുമായിരിക്കും. പിന്നെ കുട്ടികൾ ആ സമയത്ത് ശല്യം ഒഴിവാക്കാനും പാരൻസ് ഫോൺ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ആശയവിനിമയം നടത്താനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും ഒക്കെ ഉള്ള ഒരവസരം നഷ്ടപ്പെടുവാണ്. ആ സ്കില്ല് കുട്ടി പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കഴിയുന്നതും ചെറുപ്പത്തിലേ മുതൽ ഈ ഗാഡ്ജറ്റ് ഉപയോഗം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പലപ്പോഴും പാരൻസ് അതൊരു സീരിയസ് പ്രശ്നമാകുമ്പോഴാണ് പലപ്പോഴും പാരൻസ് അതിനെ മാനേജ് ചെയ്യാൻ നോക്കുന്നത്. തീരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടിക്ക് അതിനോടൊരു ആശ്രയത്വം വരുത്താതെ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പക്വത ഇല്ലാത്ത പാരൻറ്റിങ് അതിപ്പോൾ കൂടി വരുന്നൊരു സാഹചര്യമാണ്. അത് കുട്ടികളെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ പാരൻസിനോട് പക്വതയില്ല എന്ന് പറഞ്ഞാൽ ഒരു പാരൻറ്റും അംഗീകരിക്കില്ല. പിന്നെ ഓരോ ആൾക്കാരുടെയും വ്യക്തിത്വമാണ് പാരൻറ്റിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തരും കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവനവൻ്റെ സ്വഭാവത്തെ പറ്റി തന്നെ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരിയാണ്, ഒരു വ്യക്തി പക്വതയുള്ള വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ വ്യക്തി പക്വതയുള്ള പാരൻ്റാവും. ആ വ്യക്തിത്വത്തിലേക്കാണ് നോക്കേണ്ടത് ഓരോ മനുഷ്യനും. പാരൻസ് ആവാൻ ഒരുങ്ങേണ്ട ആവശ്യമാണ്. കാരണം നാളത്തെ തലമുറയാണല്ലോ. അതുകൊണ്ട് കുട്ടികളെ പാരൻ്റ് ചെയ്യുമ്പോൾ പിന്നെ പാരൻറ്റിങ് ശൈലികൾ ഇപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി വായനയും അറിവും എല്ലാം ഇന്നത്തെ ആൾക്കാർക്കുണ്ട്. പാരൻറ്റിങ്ങിൽ കാര്യമായ റിസർച്ചസ് നടന്ന പാരൻറ്റിങ് സ്റ്റൈൽസ് ഉണ്ട്. പക്ഷേ ഏതാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വിവേചിച്ചറിയണം. അനുഭവ പരിചയത്തിലൂടെ മനസ്സിലാക്കണം കുട്ടിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം. പാരൻറ്റിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ശാസ്ത്രീയതയല്ല. കുട്ടിയുടെ സന്തോഷവും വളർച്ചയും വ്യക്തിത്വ വികസനത്തിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ഇതുവരെ വന്നിട്ടുള്ളതിൽ മാമിന് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമായിരിക്കും? ഇപ്പോഴത്തെ ഈ കോൺടെസ്റ്റിൽ ഇപ്പം നമ്മൾ വയനാട് നടന്ന കാര്യങ്ങളുടെ കോൺടെസ്റ്റിൽ ഇപ്പം ഞാൻ ആലോചിച്ചാൽ ഒത്തിരിയധികം കാര്യങ്ങളും മറക്കാനാവാത്തതുകൊണ്ട്. എന്നാലും ഞാൻ തിരഞ്ഞെടുത്തൊരു കാര്യം, ഒരു 11 വയസ്സായ ഒരു പെൺകുട്ടി ഒരു രാത്രി അപകടത്തിൽ പെട്ട് പാരൻസും സിബ്ലിങ്സും മരിച്ചുപോയി. അപ്പോൾ ഈ കുട്ടിയെ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടിക്ക് ഏകദേശം 75% ബേൺ ഉണ്ടായിരുന്നു ദേഹത്ത്. അപ്പോൾ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവരാരും കൂടെയില്ല, ഇവരെല്ലാം മരിച്ചുപോയി എന്ന് കുട്ടിയോട് പറയണം. പക്ഷേ കുട്ടിയുടെ ഹീലിങ്ങിനെ അത് ബാധിക്കരുത്. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഹീൽ ചെയ്യപ്പെടണം.
അപ്പോൾ അത്രയും പൊള്ളലേറ്റിട്ടുണ്ട് ദേഹത്ത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു കുട്ടിയെ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ദീർഘകാലം ആ ബേൺ ICUവിൽ കുട്ടി ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ഈ കുട്ടിയെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പയ്യെ പയ്യെ കുട്ടിയെ ഇതിനായിട്ട് തയ്യാറെടുപ്പിച്ചു. കുട്ടിയുടെ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇവരുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും ഞാനുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അവസാനം കുട്ടിക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ടായി വരുന്നൊരു സന്ദർഭത്തിൽ ഈ കുട്ടി എന്നോട് പറഞ്ഞു, മാഡം ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പെൻസിൽ റബ്ബറും ഒക്കെ കണ്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുമായിരുന്നു. ഇനി മുതൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ടെൻഷൻ അടിക്കില്ല. അപ്പോൾ കുട്ടികൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും റെസിലിയൻ്റ് ആകുകയും എന്തിനേയും അതിജീവിച്ച് അവരുടെ ലൈഫിൻ്റെ പേർപ്പസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള ഒരു തോട്ട് എന്നിൽ ആ കുട്ടി ഉണ്ടാക്കി. ഇപ്പോഴും ഞാൻ ആ കുട്ടിയെപ്പറ്റി ചിന്തിക്കാറുണ്ട്. എവിടെയായി കാണുമെന്ന്. ഡിസ്ചാർജ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും ഏതൊരു മനസ്സിനാഘാതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെന്ന് ആ കുട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 11 വയസ്സായൊരു കുട്ടി. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെയും ക്രൈസിസുകളുടെയും കോണ്ടസ്റ്റിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ കുട്ടികളുടെ മാനസികാരോഗ്യം വളർത്താൻ വേണ്ടി സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും എന്തായിരിക്കും കൊണ്ടുവരേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോഴത്തെ സ്കൂളുകൾ പഴയ പോലെ പൂർണ്ണമായും വിദ്യാഭ്യാസത്തെ ഫോക്കസ് ചെയ്തിട്ടല്ല. അവർ കുറേ കാര്യങ്ങൾ സ്കൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് പഠനത്തിന് പ്രശ്നമുള്ള കുട്ടികൾക്ക് റിസോഴ്സ് റൂം പോലെയുള്ള സംവിധാനം, പ്രത്യേകമായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിനെ നിയമിക്കുന്ന സ്കൂളുകളുണ്ട്. ഒട്ടുമിക്ക സ്കൂളുകളിലും കൗൺസിലിംഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ടീച്ചേഴ്സിനും അവയർനെസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ചിന്തിക്കുന്നൊരു കാര്യം, കുട്ടിയുടെ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കൂടെ അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കൂടെയൊക്കെ മാനസികാരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ട്. വീണ്ടും ഇനി ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കിട്ടുന്ന സംവിധാനത്തിലേക്ക് കൂടെ വന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നത കാണിക്കുന്നുണ്ടെന്ന് മാമിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ ചില വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അത് അവരെ സ്വയം വളരുന്നതിൽ തടസ്സപ്പെടുത്തും. മെന്റലി അവർക്ക് അതൊരു യെസ്. ഇപ്പോൾ സ്കൂളുകൾ പലപ്പോഴും വിദ്യാഭ്യാസം ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയും എന്നുള്ള തരംതിരിവൊക്കെ കുറേ പാരൻസ് എങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെടുത്താറുണ്ട്. വീണ്ടും അക്കാഡമിക് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല റിസൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പഠനത്തിൽ പിന്നോക്കമായ കുട്ടികളുടെ ആത്മവിശ്വാസം പലപ്പോഴും തകരാറുണ്ട്. വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് പറഞ്ഞും കുട്ടികളെ വേദനിപ്പിച്ചുമൊക്കെയുള്ള രീതികൾ ചിലരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ ടീച്ചേഴ്സും ലിബറൽ ആയിരിക്കില്ല. എന്നാലും ടീച്ചേഴ്സിന് അവയർനെസ് കുറേയൊക്കെ ഉണ്ട് ഈ കാര്യത്തിൽ. കുറവാണ് കുട്ടികളോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, ഇപ്പോൾ കുറവാണ്. എന്നാലും ചില കുട്ടികൾ അതിൽ എഫക്റ്റഡ് ആകാറുമുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ നിരാശകൾ എന്ന് പറയുന്നത് കളിയാക്കലുകളാണ്. അത് മിക്ക മാതാപിതാക്കളും ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കാറില്ല. അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കുട്ടികളുടെ വിഷമങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പിണങ്ങി, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, അതൊക്കെ വലിയ വിഷമങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാറുമുണ്ട്. അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അതിന് വേണ്ടത്ര പ്രാധാന്യവും പ്രസക്തിയും കൊടുക്കേണ്ടതാണ്. കുട്ടിയായിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരി പിണങ്ങി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം അതിനെ കളിയാക്കി വിടാതെ ആ വിഷയത്തെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇപ്പോൾ പാരൻസിന് പലപ്പോഴും മുതിർന്ന കുട്ടികളുടെ കാര്യത്തിലുള്ള പരാതി കുട്ടികളൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിലെ അവരുടെ ചെറിയ പരാതികൾ കേൾക്കുകയും അത് വേണ്ടത്ര പരിഗണന കൊടുക്കുകയും സമാധാനിപ്പിക്കുകയും സ്വയം കുട്ടികളെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വിടുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും
പിന്നീട് പാരൻസുമായിട്ടുള്ള ആശയവിനിമയം ബെറ്റർ ആകുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു.